നിമ്മി ഈ ഫീൽഡിൽ വർഷങ്ങളായിട്ട് ഉണ്ട്, നമുക്ക് അത്രയും പരിചയമുണ്ട്. അപ്പം എല്ലാവരും പറയുന്നത് നമ്മുടെ പ്രോജക്റ്റ് ഇൻ ദ ഹാർട്ട് ഓഫ് ദ സിറ്റിയാണ്, അല്ലേ, വോക്കബിൾ ഡിസ്റ്റൻസിലാണ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? എന്താണ്? പല പ്രോജക്റ്റ് എടുത്തു നോക്കുക അങ്ങനെ പറയുന്ന പ്രോജക്റ്റ്. പക്ഷെ ഓൺ ദ അതർ ഹാൻഡ് ഞാൻ നിമ്മി ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങിച്ചിട്ട് നിമ്മി പറയാണ് മൈ അഡ്രസ് ഈസ് മെട്രോ പില്ലർ നമ്പർ 323 കൊച്ചി. നോർമലി നിമ്മി ഇത്രയും റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നതാണ് നിമ്മി. എത്ര പെർസെൻറ്റേജ് നമ്മൾ നോർമലി ഒരു രജിസ്ട്രേഷൻ നമ്മൾ 10% അല്ലെ, ഇതിനകത്ത് 6% ഉള്ളൂ ആസ് ഓഫ് നൗ. ഇനി ഗവൺമെന്റ് നോംസ് അതറിയില്ല, പക്ഷെ ആസ് ഓഫ് നൗ 4% ഡിസ്കൗണ്ട് കിട്ടും ഓൺ എക്കോ ഫ്രണ്ട്ലി ഹോംസ്. ഒരു 93 lakhs ഓൺ ദ ഹൈവേ ഓൾ ദ ഫെസിലിറ്റീസ് അറൗണ്ട്. ഇറ്റ്സ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ടു ബി ഇൻ ബിയോണ്ട് ഇൻഫിനിറ്റി. സജി സാറേ, നമ്മൾ ലാസ്റ്റ് വ്ളോഗ് ചെയ്തത് ദ നെക്സ്റ്റ് പ്രോഡിജി എന്ന് പറഞ്ഞിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണിത്. നമുക്കും നല്ല കുറേ ക്ലയൻസിനെയൊക്കെ നമുക്കതിൽ തരാനായിട്ടും പറ്റി. അപ്പോൾ കെസാഡലിൻ്റെ വ്ളോഗ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താ വെച്ചാൽ, ഒന്ന്, നിങ്ങളുടെ ഇനീഷ്യൽ ടൈം തൊട്ട് നമ്മൾ നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ഇനീഷ്യൽ ടൈമിൽ നിങ്ങളും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോജക്ട്സ് നമ്മൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് നിങ്ങൾ പ്രോജക്ട്സിൽ കൊണ്ടുവരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് തീം കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം നമ്മൾ നെക്സ്റ്റ് പ്രോജക്റ്റ് എടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു തീമായിരുന്നു അത്. ഇപ്പം എനിക്ക് തോന്നുന്നു പല ബിൽഡേഴ്സും ആ തീമിലുള്ള പ്രോജക്ട്സ് ഇറക്കുന്നുണ്ട്, അല്ലേ? അതുപോലെ തന്നെ നമ്മൾ വില്ലാസ് തുടങ്ങിയ സമയത്ത് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഈ ആറ്റിക്ക് ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നിട്ടുള്ളത് കെസാഡലാണ്. അതുപോലെ ടൗൺ സീരീസ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെ പല ടൈപ്പ് കോൺസെപ്റ്റുകൾ നമ്മൾ കൊച്ചിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്ന ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ബിയോണ്ട് ഇൻഫിനിറ്റി. അതും എനിക്കറിയാം ഒരു നല്ല കോൺസെപ്റ്റ് ആയിട്ടാണ് നിങ്ങൾ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇന്നൊന്ന് നോക്കിയാലോ? ബിയോണ്ട് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ആസ് എ നെയിം ഇറ്റ് സേസ്, ഒരു ഇമാജിനേഷന് വെളിയിലുള്ള ഒരു സംഗതിയായിട്ടാണ് അങ്ങനെ അവതരിപ്പിക്കുന്നത്. കാരണം ഇതൊരു കംപ്ലീറ്റ്ലി ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനുള്ള അങ്ങനെയുള്ള ഒരു അപ്പാർട്ട്മെൻറ്റാണ്. ഇപ്പം നിമ്മി സാധാരണ കണ്ടുവരുന്ന ഇഷ്യൂസ് ഇപ്പം എപ്പോഴും അല്ലെങ്കിൽ ഭാര്യമാർക്ക് കാണുന്നത്, നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തോ, അല്ലെ, ലൈറ്റ് ഓഫ് ചെയ്തോ, ഫാന് കറങ്ങുന്നുണ്ടോ, ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഡോർ ലോക്ക് ചെയ്തില്ലേ, അല്ലേ? ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഡെയിലി ഇതിൽ കാണുന്നതാണ്. അപ്പം ഇതിനെല്ലാം ഒരു പരിഹാരമായിട്ടാണ് കംപ്ലീറ്റ്ലി ഫ്യൂച്ചർ എന്താ പറയുക ഇൻറ്റഗ്രേറ്റഡ് ഒരു അപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റാണ് ബിയോണ്ട് ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. ഫ്രം ദ ഡേ നിങ്ങളുടെ എൻട്രി തൊട്ട്, നിങ്ങളുടെ ബൂം ബാരറാണ് നമ്മുടെ എൻട്രി. സോ അതില്ലാതെ അതായത് ഒരു റെസിഡൻറ്റിന് മാത്രമാണ് നോർമൽ, അല്ലെങ്കിൽ വിത്തൗട്ട് എ പെർമിഷൻ മാത്രമാണ് നമുക്ക് അകത്തോട്ട് കാറ് കയറ്റാൻ പറ്റത്തുള്ളൂ. അത് തൊട്ട് നിങ്ങളുടെ ഡോറ് തൊട്ട് ലിഫ്റ്റ് പോലും യു നീഡ് യുവർ ഫിംഗർ പ്രിന്റ് ടു ഗോ അപ്പ്. അത്രയും സെക്യൂർഡ് ആയിട്ടുള്ള ഒരു, പിന്നെ അകത്ത് കയറിയാലും കാറിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ AC ഓൺ ചെയ്യാം, നിങ്ങളുടെ ലൈറ്റ് ഓൺ ചെയ്യാം. ഗ്യാസ് ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്, കാരണം ഇറ്റ് ഈസ് ഓട്ടോ കൺട്രോൾഡ്. അങ്ങനെ ഒരു ഗ്യാസ് ലീക്ക് ഇല്ലാത്ത രീതിയിലുള്ള ഒരു എക്യുപ്മെന്റ് വെച്ചിട്ട് അങ്ങനെ അത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണ് ബിയോണ്ട് ഇൻഫിനിറ്റി. അതുകൊണ്ടാണ് അതിന് അങ്ങനെ ഒരു പേരിട്ടത്. അപ്പോൾ എഗെയിൻ നമ്മളൊരു പുതിയൊരു കൺസെപ്റ്റായിട്ട് മാർക്കറ്റിൽ വരികയാണ്. ഇനിയും ഒത്തിരി പ്രത്യേകതകളുണ്ട്, നമുക്ക് പറഞ്ഞു പോവാം. എനിക്ക് തോന്നുന്നു ഈ ബിയോണ്ട് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ഈ ഒരു പ്രോജക്റ്റിലേക്ക് വരുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ ലൊക്കേഷനാണ്. തീർച്ചയായിട്ടും, അതെ. അപ്പൊ അതിന്റെ ലൊക്കേഷനെ കുറിച്ച് സാർ ഒന്ന് പറയാമോ? ഇപ്പം നിമ്മി ഈ ഫീൽഡിൽ വർഷങ്ങളായിട്ട് ഉണ്ട്, നമുക്ക് അത്രയും പരിചയമുണ്ട്. അപ്പം എല്ലാവരും പറയുന്നത് നമ്മുടെ പ്രോജക്റ്റ് ഇൻ ദ ഹാർട്ട് ഓഫ് ദ സിറ്റിയാണ്, അല്ലേ, വോക്കബിൾ ഡിസ്റ്റൻസിലാണ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? എന്താണ്? പല പ്രോജക്റ്റ് എടുത്തു നോക്കുക അങ്ങനെ പറയുന്ന പ്രോജക്റ്റ്. പക്ഷെ ഓൺ ദ അതർ ഹാൻഡ് ഞാൻ നിമ്മി ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങിച്ചിട്ട് നിമ്മി പറയാണ് മൈ അഡ്രസ് ഈസ് മെട്രോ പില്ലർ നമ്പർ 323 കൊച്ചി. ഹൗ ഡസ് ഇറ്റ് ഫീൽ? എന്താണ്
ഹൗ ഡു യു ഫീൽ ഇറ്റ് അങ്ങനെ കേൾക്കുമ്പോൾ? അതായത് നമ്മൾ ഓൺ ദ ഹൈവേയിലാണ്. ദർ ഇസ് നോ അതർ അഡ്രസ്. എൻ്റെ വീട് മെട്രോ പില്ലർ നമ്പർ 323. അപ്പം നിങ്ങൾ ഇനി കൊച്ചിയിൽ എവിടെ പോയാലും ഇറ്റ്സ് ഓൺ ദ ഹൈവേ ഫേസിങ്. പലപ്പോഴും അങ്ങനെയാണല്ലോ, ഹൈവേയിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 100 മീറ്റർ 100 മീറ്റർ 200 അങ്ങനെയാണല്ലേ. ഇത് അതില്ല, ഇറ്റ്സ് ഓൺ ദ ഹൈവേ. ഇപ്പം മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസ് കൊച്ചിയിൽ എടപ്പള്ളിയാണ് അല്ലെ, ലുലുവിന്റെ അടുത്താണ്, ഇൻ ആൻഡ് അറൗണ്ട് ആണ്. ലുലുവിന്റെ ദ വെരി നെക്സ്റ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത് പത്തടിപ്പാലാണ്. അടുത്ത സ്റ്റേഷനാണ് കുസാറ്റ്. ഇത് വരുന്നത് കുസാറ്റ് മെട്രോ എത്തണ്ട ഒരു 250-300 മീറ്റേഴ്സ് മുന്നെയാണ്. പത്തടിപ്പാലം ഒരു 700 മീറ്റേഴ്സ്. നോർമലി നമ്മൾ മെട്രോയിൽ നിമ്മി നോക്കിയാൽ അറിയാം, ഒരു സ്റ്റേഷൻ ടു മറ്റേ സ്റ്റേഷൻ ഒരു 1-1.25 മിനിറ്റാണ് നോർമൽ മെട്രോ ട്രാവൽസ്. അപ്പം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ലുലു പോകണമെങ്കിലും ജസ്റ്റ് സഞ്ചി എടുത്ത് ഇറങ്ങാം, 2 മിനിറ്റിൽ യുവർ ഇൻ ലുലു. ഇൻസൈഡ് ദ ലുലു ആണല്ലോ, കണക്റ്റഡ് ടു മെട്രോ. തിരിച്ച് അതുപോലെ വരാം. എനിക്ക് അവനകത്ത് കാറ് അത്രയും ഉപയോഗിക്കേണ്ടി വരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഇൻഫോ പാർക്കിലൊക്കെ കണക്ട് ആകുമ്പോഴേക്കും ദ കമ്മ്യൂട്ട് വിൽ ബി സോ ഈസി. കാറിന്റെ കാര്യം പറഞ്ഞപ്പോൾ അഗെയിൻ ഒരു കാര്യം, ഇപ്പം നമ്മൾ ഇലക്ട്രിക്കൽ കാറുകളുടെ കാലഘട്ടമാണ്. ഭൂരിഭാഗം പേരും എന്തായാലും ഒരു കാർ, ഇലക്ട്രിക്കൽ കാർ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഗോയിങ് ഫോർവേഡ് അത് കൂടത്തേ ഉള്ളൂ. അപ്പം ഇപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് പഴയ ബിൽഡിംഗ് ആയാലും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിംഗ് ആയാലും ഈ കാർ ചാർജിങ് വല്ലാത്തൊരു പ്രശ്നമാണ്. അപ്പോൾ അവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ, സാധാരണ വീട്ടിലുള്ള 210 സാധാരണ കറണ്ട് കുത്തിയിട്ട് ഫുൾ ഒരു രാത്രി മൊത്തം കുത്തിയിട്ട് ചാർജ് ആക്കുക, പുറത്തൂടെ ഒരു വയറ് വലിച്ചിട്ട് അല്ല. ഇതിങ്ങനെ ഒരു അൺടൈഡി ആയിട്ടാണ് എപ്പോഴും ചെയ്യുന്നത്. പഴയ അപ്പാർട്ട്മെന്റുകൾ ഇതില്ല, പുതിയ അപ്പാർട്ട്മെന്റുകളൊക്കെ ഈ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ കാർ പാർക്കിംഗ് കൊടുക്കുന്നത് ഈച്ച് ആൻഡ് എവറി പാർക്കിങ്ങിനും വി ഹാവ് ആൻ EV ചാർജിങ് സ്റ്റേഷൻ. അത് ഹൈ സ്പീഡിൽ ഇപ്പം എനിക്കൊന്ന് 75 kV ആണ് നോർമലി ഉപയോഗിക്കുന്നത്. 120 ഒക്കെ എത്തിയെന്ന് തോന്നുന്നു. ഗോയിങ് ഫോർവേഡ് അതിലും കൂടുതൽ ഫാസ്റ്റ് ചാർജിങ് വരും. അപ്പോൾ ഇൻഡിവിജ്വലി നിങ്ങളുടെ മീറ്ററായിട്ട് കണക്ട് ആയിരിക്കുന്നത്, നിങ്ങളുടെ ചാർജ് ചെയ്താൽ യു വിൽ ഗെറ്റ് ചാർജ്ഡ്. അല്ലാണ്ട് കോമൺ ആയിട്ട് പോകുന്നതല്ല. ആൻഡ് യു ക്യാൻ ലോക്ക് ഇറ്റ്. അതും ഏത് യൂണിറ്റ് കാർഡ് ഓർ യുവർ ഫിംഗർ, കാരണം നിങ്ങൾക്ക് മാത്രമാണ് തുറക്കാൻ പറ്റത്തില്ല. അതായത് നമ്മളുടെ ആ ഒരു ഇലക്ട്രിസിറ്റി ബില്ലിൽ വരുന്ന രീതിയിൽ. അതെ, നമ്മൾ അങ്ങനെ ഇൻഡിവിജ്വൽ ലോക്ക് ആക്കാൻ കാരണം ചിലപ്പോൾ അടുത്ത ആൾക്ക് വേണമെങ്കിൽ അങ്ങനെ അത്രയും അതുപോലും നമ്മൾ ലോക്ക് ആയിട്ട്. അതെ, അപ്പൊ ഓരോ പാർക്കിങ്ങിനും EV ചാർജിങ് സ്റ്റേഷൻ വെച്ചിട്ടാണ് ഓരോ പാർക്കിങ്ങും വരുന്നത്. അപ്പോൾ അതിനെന്താ വെച്ചാൽ അതിന് അത്രയും നമ്മൾ പവറുള്ള ട്രാൻസ്ഫോമർ വെക്കണം. കാരണം ഇത്രയും കാറുകൾ വന്നാൽ അത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അത്രയാണ്. പിന്നെ ഹൈവേ ഫ്രണ്ടേജ് ലാൻഡ് ആണ്. പിന്നെ ഒരു ഡിസൈൻ നിങ്ങൾക്കറിയാം, എലിവേഷൻ ഒരു വണ്ടർഫുൾ ഡിസൈൻ ഒരു എലിവേഷൻ ആണ്. എനിക്ക് തോന്നുന്നു ഇക്കോ ഫ്രണ്ട്ലി ഒരു തീമിലാണ് അതിന്റെ ഒരു പ്രോജക്റ്റ് ഒക്കെ വന്നിരിക്കുന്നത് അല്ലേ. ഇതിനകത്ത് വേറൊരു പ്രത്യേകത വെച്ചാൽ നമ്മൾ പുറത്തും ബ്രിക്സ് ആണ് കംപ്ലീറ്റ് കൺസ്ട്രക്ഷന് യൂസ് ചെയ്യുന്നത്. പുറത്തും എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ 2-3 പ്രോജക്റ്റുകൾ നമ്മൾ പുറത്തും ചെയ്തിട്ടുണ്ട്. വില്ലകൾ നമ്മളെല്ലാം ഇഷ്ടിക ചെയ്യുന്നത്, അതും ഒരു ഇക്കോ ഫ്രണ്ട്ലി. ഇതിനകത്ത് നമ്മൾ പുറത്തും ചെയ്യുന്നത് ചൂട് നന്നായിട്ട് കുറക്കും. കാരണം പുറത്തും അറിയാലോ ഹോൾസ് ഉള്ളതാണ്, അതൊരു ഓട് മെറ്റീരിയലാണ്. അപ്പം ചൂട് നന്നായിട്ട് നമുക്ക് അകത്ത് കുറക്കും. അപ്പോൾ ഇതൊരു ഹൈറൈസ് ആകുമ്പോൾ എപ്പോഴും ഉള്ള പ്രശ്നമാണ് ഈ ചൂടിൻ്റെ ഒരു പ്രശ്നം. നമ്മുടെ കംപ്ലീറ്റ് കോമൺ ഏരിയ നമ്മൾ കറണ്ട് എല്ലാം സോളാറാണ്. അപ്പം നിങ്ങളുടെ മന്ത്ലി മെയിൻ്റനൻസിൻ്റെ വലിയ ഭാഗം കറണ്ട് ബില്ല് അല്ല. നിങ്ങൾ കോമൺ ഏരിയ ലൈറ്റ് ഇട്ടു, ഇതെല്ലാം കുറഞ്ഞു പോകും. കോമൺ സോളാർ വാട്ടർ ഹീറ്റർ ഉണ്ട്. ഇതെല്ലാം നമ്മൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വലിയൊരു ഗുണം, നോർമലി നമ്മൾ ഇത്രയും റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നതാണ്. എത്ര പെർസെൻറ്റേജ് നമ്മൾ നോർമലി ഒരു രജിസ്ട്രേഷൻ നമ്മൾ 10% അല്ലെ, ഇതിനകത്ത് 6% ഉള്ളൂ ആസ് ഓഫ് നൗ. ഇനി ഗവൺമെന്റ് നോംസ് അതറിയില്ല, പക്ഷെ ആസ് ഓഫ് നൗ 4% ഡിസ്കൗണ്ട് കിട്ടും ഓൺ എക്കോ ഫ്രണ്ട്ലി ഹോംസ്. അപ്പൊ നിങ്ങളുടെ രജിസ്ട്രേഷൻ കോസ്റ്റ് 6% ഉള്ളൂ. 4% ഒറ്റയടിക്ക് പ്രോഫിറ്റ് പോലെ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് ഒരു ഒരു ഭയങ്കര ഒരു നല്ലൊരു ഫീച്ചറാണ്. ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു 4% രജിസ്ട്രേഷനിൽ കുറയാന്ന് പറയുന്നത് അത് ആക്ച്വലി ഒരു നല്ല കാര്യം തന്നെയാണ്. സാറേ, നമ്മുടെ ബിയോണ്ട് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള അപ്പാർട്ട്മെന്റ് പ്രോജക്റ്റ്, അത് ഞാൻ മനസ്സിലാക്കിയത് വളരെ ലിമിറ്റഡ് എഡീഷൻ ആയിട്ടുള്ള ഒരു ലക്ഷറീസ് പ്രോജക്റ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ അതിരിക്കുന്ന ലൊക്കേഷൻ, അത് നമുക്ക് ഒരു തരത്തിലും ബീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ലൊക്കേഷനിലാണ് നമ്മുടെ ഈ ഒരു പ്രോജക്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പ്രോജക്റ്റ് ഡീറ്റെയിൽസിലേക്ക് ഒന്ന് പോയാലോ? അത് തന്നെയാണ് ഈ ബിയോണ്ട് ഇൻഫിനിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ അതിരിക്കുന്ന സ്ഥലമാണ്. കാരണം ഇനി അങ്ങനെ ഒന്നും ഇല്ല നിമ്മി, ആ റോഡ് സൈഡിലോ അങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റില്ല.
അപ്പം വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള, വളരെ പ്രോബ്ലി ഐ വുഡ് സേ ഏറ്റവും ഭാഗ്യവന്മാരായ ഒരു 31 അപ്പാർട്ട്മെന്റുകളെ നമുക്ക് അതിനകത്തുള്ളൂ. അത് ലൊക്കേഷൻ ഇപ്പം IIMന്റെ പുതിയ ബിൽഡിംഗ്, അതായത് IIM ഇസ് ഇന്ത്യസ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, നമ്മുടെ നേരെ മുന്നിലാണ്. അതുപോലെ കുസാറ്റ് മെട്രോ സ്റ്റേഷനും കുസാറ്റ് കോളേജും വെരി ക്ലോസ് ബൈ. രാജഗിരി സ്കൂൾ ജസ്റ്റ് വാക്ക് അവേ ഡിസ്റ്റൻസിലാണ്. കിൻഡർ ഹോസ്പിറ്റൽ, യു നെയിം ഇറ്റ്, വി ഹാവ് എവറിത്തിങ് ഇൻ ആൻഡ് അറൗണ്ട്. അപ്പം അത്രയും ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. അപ്പം അവിടെ ഒരു അപ്പാർട്ട്മെന്റ് ഓൺ ചെയ്യാന്ന് പറയുന്നത് പ്രോബ്ലി എനിക്ക് തോന്നുന്നു നിമിക്ക് ഒരു ഡ്രീം ആയിരിക്കാം. അപ്പം അങ്ങനെയുള്ള ഒരു പ്രൊജക്റ്റ് ആണ് നമ്മൾ ഡെഫിനറ്റ്ലി ഈ ബിയോണ്ട് ഇൻഫിനിറ്റിയിൽ പ്ലാൻ ചെയ്യുന്നത്. ഇനി നമ്മൾ അതിലൊരു ഇപ്പം നോക്കുകയാണെങ്കിൽ അതിൽ 2, 3, 4 അല്ലെ, അങ്ങനെ 3 ഓപ്ഷൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ എത്ര സ്ക്വയർ ഫീറ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്ക് 2 BHK വലിയ, അതായത് അതിൻ്റെ പ്ലാൻ വളരെ മിനിമൽ കോമൺ ഏരിയയുള്ള കംപ്ലീറ്റ് സ്പേസ് നമ്മൾ അപ്പാർട്ട്മെന്റിനകത്ത് വരുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ 2, 3, 4 BHK ആയാലും പ്ലാൻ ചെയ്തിരിക്കുന്നത്. 2 BHK സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് 1150 സ്ക്വയർ ഫീറ്റ് ആണ്. 1150 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാൽക്കണി ആയിട്ടുള്ള പ്ലാനാണ്. വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു പ്ലാനാണ്. അതുപോലെ നമ്മൾ എനിക്ക് തോന്നുന്നു 2 2 BHK കമ്പൈൻ ചെയ്യാവുന്ന ഒരു പ്ലാനും നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ ബുക്ക് ചെയ്യുന്നവർക്ക് പറ്റും. അങ്ങനെയും ചെയ്യാം. 4 BHK നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. ഇപ്പം നിമ്മി പറഞ്ഞ പോലെ ഒരു 4 BHK നമുക്ക് 1972 സ്ക്വയർ ഫീറ്റ് ആണ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു 4 BHK ആണ്. പക്ഷേ നമുക്ക് വളരെ കുറച്ച് ഓപ്ഷൻസ് ഉള്ളത് 2 2 BHK നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് ഒരു 2300 ഒരു 4 BHK അഗെയിൻ ഒരു എന്താ പറയാ, ഒരു ഭയങ്കര സ്പേഷ്യസ് ആയിട്ട് ഒരു ഭയങ്കര ആഗ്രഹമുള്ള ഒരാൾക്ക് അങ്ങനെ നമുക്ക് ഒരു 2 3 അങ്ങനെ ഇങ്ങോട്ട് ചെയ്ത് കൊടുക്കാം. വിത്ത് 2 കാർ പാർക്കിംഗ്, അവർക്ക് 2 പാർക്കിംഗ് വെച്ചിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം. 2300 അങ്ങനെയും ചെയ്തേക്കാം. പിന്നെയുള്ള ഒരു 3 BHK കൂടെയാണ്. സാറേ, ബിയോണ്ട് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ ഒരു അപ്പാർട്ട്മെന്റ് പ്രോജക്റ്റ്, അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് ഒരു കൊമേഴ്ഷ്യൽ ലാൻഡിൽ ഇരിക്കുന്ന ഒരു റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ആണ്. കാരണം ഇനി നമുക്ക് അങ്ങനെ ഹൈവേ ഫ്രണ്ടേജ് ആയിട്ടുള്ള ലാൻഡുകൾ കിട്ടൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഗോയിങ് ഫോർവേഡ്. കാരണം അവിടുത്തെ റേറ്റ് എനിക്ക് തോന്നുന്നു ഒരു 60-65 lakhs ഒക്കെ സെന്റിന് വാല്യൂ ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഈ പ്രോജക്റ്റ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ച് എങ്ങനെയാ വരുന്നത്? ഇത് നമുക്ക് പ്രൈസാണ് ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറഞ്ഞ ഒരു ബിഗ്ഗസ്റ്റ് ഹൈലൈറ്റ് തന്നെയാണ് ഇതിന്റെ. ഒരു 2 BHK നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 93 lakhsലാണ്. ഒരു ലോഞ്ചിങ് പ്രൈസ് ആയിട്ട്. പിന്നെ ഇപ്പം നിമ്മി പറഞ്ഞു 65 lakhs എന്ന് വെച്ചാൽ ഇതിന്റെ അൺഡിവൈഡഡ് ഷെയറും വളരെ ഹ്യൂജാണ്. കാരണം നമുക്ക് ആകെ 31 അപ്പാർട്ട്മെന്റുകളേ ഉള്ളൂ. വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള 31 അപ്പാർട്ട്മെന്റ്സ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഒരു 4 BHK എടുക്കുന്ന ഒരാൾക്ക് ഏകദേശം ഒരു 1.06 cents ഒക്കെ കിട്ടും. അതായത് അദ്ദേഹത്തിന് 65 ലക്ഷം രൂപ വിലയുള്ള ലാൻഡ് ഇപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ കിടക്കുക. അപ്പൊ എപ്പോഴും നമ്മൾ അപ്പാർട്ട്മെന്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ലാൻഡ് ഇല്ല എന്നുള്ളതാണ് ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയുന്നത് അല്ലേ. അപ്പം ഗോയിങ് ഫോർവേഡ് ഇതിന്റെ വില കൊച്ചി വളരുമ്പോൾ ഡെഫിനറ്റ്ലി ആ വില ഈക്വലൻ ടു ദ അപ്പാർട്ട്മെന്റ് പ്രൈസ് ആവും. അപ്പം അതൊരു വളരെ സ്പെഷ്യാലിറ്റിയാണ് അതിനകത്ത് വരുന്നത്. പിന്നെ അഗൈൻ നിമ്മി സൂചിപ്പിച്ച പോലെ കമേഴ്ഷ്യൽ ലാൻഡാണ്. ഇതൊരു എന്താ പറയുക, ഒരു ധൈര്യമാണ്. കമേഴ്ഷ്യൽ ലാൻഡ് വാങ്ങിച്ചിട്ട് നമ്മൾ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയെടുക്കുക. പക്ഷെ ഇതിന്റെ ഫസ്റ്റ് 2 floors 2 floor നമ്മൾ കമേഴ്ഷ്യൽ ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം മേലെ റെസിഡൻഷ്യൽ ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് താഴത്ത് വരാവുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. അതായത് വിത്തൗട്ട് എ കാർഡ്, റെസിഡൻസിന്റെ കാർഡോ അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റോ ഇല്ലാതെ നിങ്ങൾക്ക് സെക്കൻഡ് ഫ്ലോറിന് മേലെ പോകാൻ പറ്റില്ല. അത് ലിഫ്റ്റ് ആയാലും ശരി, സ്റ്റെയർ ആയാലും ശരി, ഇറ്റ് ഈസ് ഓൾ കവേർഡ്. ഈവൻ കാർ പാർക്കിൽ പോലും പോകാൻ പറ്റില്ല. അതെല്ലാം നമ്മൾ സെക്യൂർഡ് ആയിട്ട് തന്നെ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നോർമലി ഗ്രൗണ്ട് ഫ്ലോറിൽ അധികം ആൾക്കാർ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ അപ്പാർട്ട്മെന്റ് എടുക്കുമ്പോൾ. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ തേർഡ് ഫ്ലോറാണ്. അപ്പം ഓൾറെഡി നമ്മൾ ഒരു ഹൈറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് വരുന്നതാണ്. അപ്പം ഒരു 93 lakhsന് ഓൺ ദ ഹൈവേ ഓൾ ദ ഫെസിലിറ്റീസ് അറൗണ്ട്, ഇറ്റ്സ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ടു ബി ഇൻ ബിയോണ്ട് ഇൻഫിനിറ്റി. യെസ്. ഇനി ഞാൻ സാറിൻ്റെ അടുത്ത് റിക്വസ്റ്റ് പറഞ്ഞിരുന്നു. കാരണം നമ്മൾ ഓണമാണ്, എനിക്ക് തോന്നുന്നു നമ്മൾ മിക്കവാറും എല്ലാ ഓണത്തിന്റെ സമയത്തും കസാഡലിന്റെ ഒരു വ്ലോഗ് ഇറങ്ങാറുണ്ട്, നമുക്ക് ഓഫേഴ്സ് നിങ്ങൾ തരാറുണ്ട്. അപ്പോൾ ഇതിന് സ്പെഷ്യലായിട്ട് ഞാൻ സാറിനോട് ഒരു ഓഫർ ഞാൻ റിക്വസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ഒരു കസ്റ്റമേഴ്സ്, ഇപ്പം നമ്മുടെ ഈ ഒരു വ്ലോഗ് കണ്ട് വിളിക്കുന്ന ആളുകൾക്ക് നമുക്ക് എന്തായിരിക്കും ഒരു ഓഫർ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത്? അഗൈൻ അതെ, നമ്മളെപ്പോഴും ചെയ്യാറുണ്ട്. നമുക്കൊരു സ്പെഷ്യൽ പ്രൈസാണ് നമ്മളെപ്പോഴും ഒരു സെർട്ടൺ പീരീഡിലേക്ക് തരുന്നത്. ഇപ്രാവശ്യം നമുക്ക് വേണമെങ്കിൽ, കാരണം എല്ലാവരുടെയും ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വീട് വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഇന്റീരിയറിന്റെ ഒരു എന്താ ചെയ്യുക, അതിനൊരു ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് വരുന്ന രീതിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. നമുക്ക് അതിൽ ഒരു പാതി നമുക്ക് അതങ്ങ് തീർക്കാവുന്ന രീതിയിൽ 2, 3, 4 BHK ആയാലും എല്ലാ റൂമിലുള്ള വാർഡ്രോബ്സ് നമുക്ക് ഈ ഒരു പ്രൈസിൽ ഇൻക്ലൂസീവ് ആയിട്ട് ചെയ്ത് കൊടുക്കാം.
അതിന്റെ ഒരു ടൈം നമുക്കൊരു പ്രോബ്ലി മേക്ക് ഇറ്റ് ഒരു സെപ്റ്റംബർ 30th വരെ നമുക്ക് ഓണം ആഘോഷം തീരുന്ന വരെയുള്ള ഈ ഫുൾ മന്ത് നമുക്ക് അങ്ങനെ കൊടുക്കാം. അപ്പം നിമ്മിയുടെ ഒരു റെഫറിൽ വരുന്ന ഇത് അഗെയിൻ അറിയില്ല, നിമ്മിക്ക് മാത്രമുള്ള ഒരു സ്പെഷ്യൽ ഓഫറാണ്. സോ ആരെങ്കിലും നിമ്മി റെഫറിൽ വരുന്ന എല്ലാവർക്കും നമുക്ക് വാർഡ്രോബ് കൊടുക്കാൻ പറ്റും. ഇനി ഈ ഒരു പ്രോജക്റ്റിലേക്ക് വരുമ്പോൾ ഇതിന്റെ മേജർ അമ്യൂണിറ്റീസ് എന്തൊക്കെയാണ്? അമ്യൂണിറ്റീസ് നിമ്മി ഇതിന്റെ ഏറ്റവും വലിയ അമ്യൂണിറ്റി എന്ന് പറയുന്നത് ലൊക്കേഷനാണ്. കാരണം ഇനി അങ്ങനെയൊന്നും ഇല്ല. പിന്നെ നോർമൽ തരുന്ന ഇത് നമ്മൾ ആദ്യമേ പറഞ്ഞു ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആണ്. കാരണം എവറിത്തിങ് യു ക്യാൻ കൺട്രോൾ ഫ്രം യുവർ മൊബൈൽ. നിങ്ങളുടെ ഡോറായാലും ലൈറ്റ് ആയാലും ഫാൻ ആയാലും എവറിത്തിങ് ക്യാൻ ബി കൺട്രോൾ. പിന്നെ അതിനകത്തൊന്നും അഡീഷണൽ കോസ്റ്റ് ഒന്നുമില്ല നമുക്ക്. ഇതെല്ലാം ഇൻക്ലൂസീവ് ആണ് വരുന്നത്. പിന്നെ നോർമൽ വരുന്ന പൂള്, ജിം, കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം, ജാക്യൂസി, ബാർബിക്യൂ ഏരിയ, യോഗ ഏരിയ, എല്ലാം ഒരു പ്രോബ്ലം അതിലധികം ഒരു ഹൈ ലെവൽ വേണ്ടുന്ന എല്ലാ അമ്യൂണിറ്റീസും നമ്മൾ അതിനകത്ത് കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു എക്സ്ക്ലൂസീവ് 31 പേരുള്ള ഒരു വളരെ നല്ലൊരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് ഡെഫിനറ്റ്ലി വരാൻ പോകുന്നത്. പിന്നെ നോർമലി അവരുടെ അത്യാവശ്യമുള്ള ഷോപ്പിംഗ് ഒക്കെ നമുക്ക് താഴത്ത് കമേഴ്ഷ്യൽസും വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇതൊരു എന്താ പറയുക, ഒരു കൊച്ചിയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു പ്രൊജക്റ്റ് ആയിട്ട് വരുന്ന, ആസ് എ സെഡ് ഏർലിയർ, എൻ്റെ വീട് മെട്രോ പില്ലർ നമ്പർ 323 കൊച്ചി. അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് അഡ്രസ് എന്ന് പറയുന്നത്. അപ്പൊ സാറേ ഒരുപാട് സന്തോഷം നമുക്ക് ഇങ്ങനെ ഒരു പുതിയ കോൺസെപ്റ്റ് ആയിട്ട്, പുതിയൊരു പ്രൊജക്റ്റ് ആയിട്ട് ഈ ഓണത്തിന്റെ സമയത്ത് ഇരിക്കാൻ പറ്റിയതിൽ. കാരണം ഒരുപാട് NRIs നാട്ടിൽ വരുന്ന സമയമാണ്. അപ്പൊ നല്ലൊരു ഓണസമ്മാനം നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിശ്വാസം. ഒത്തിരി ആളുകൾ നല്ല അപ്പാർട്ട്മെന്റ്സ് ചോദിച്ച് നമ്മളെ വിളിക്കാറുണ്ട്. അപ്പൊ നല്ലൊരു ഓഫറും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നിട്ടുണ്ട്. എനിക്കറിയാം നമ്മുടെ ഒത്തിരി പ്രോജക്ട്സ് പൈപ്പ് ലൈനിലുണ്ട്. എനിക്ക് തോന്നുന്നു 6 or 7 ലാൻഡ് നമ്മളിപ്പം ഹൈവേ ഫ്രണ്ടേജ് ആയിട്ട് എടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഒരു വലിയൊരു ലക്ഷറി സീരീസിലേക്ക് ഉള്ള ഒരു പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കസാഡയിൽ മൂവിയാണ്. അപ്പോൾ അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ ആ ഒരു ജേർണിയിൽ നമുക്കും ഒരു പാർട്ടാവാൻ പറ്റിയതിൽ. പിന്നെ എനിക്ക് തോന്നുന്നു അടുത്തത് നമ്മുടെ വില്ല പ്രോജക്റ്റിന്റെ ബ്ലോഗുമായിട്ട് നമുക്ക് ഇരിക്കാം അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അടുത്ത വരുന്നൊരു പ്രോജക്റ്റ് മാജിക്കൽ ഫാർ അവേ ട്രീ എന്ന് പറയുന്ന ഒരു വില്ല പ്രോജക്റ്റാണ്. കുറച്ച് വലിയ വില്ല പ്രോജക്റ്റ്. നമുക്കൊരു 3 ഏക്കറോളം ലാൻഡിൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ള, ഞാൻ എലിവേഷൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുമായിട്ട് ഇരിക്കാം. ഈ പറഞ്ഞ പോലെ ഒരു 10ഓളം പ്രോജക്റ്റ് നമുക്കിപ്പം പൈപ്പ് ലൈനിലുണ്ട്. നമ്മളിപ്പോൾ ഒരു 7ഓളം ലാൻഡുകൾ ഹൈവേ ഫ്രണ്ടേജ്, ആലുവ തൊട്ടിട്ട് മരട് വരെയും നമ്മൾ ഹൈവേയിൽ ഒരു 7ഓളം ലാൻഡുകൾ പ്രൊജക്റ്റ് പൈപ്പ് ലൈനിലാണ്. റെറയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. അപ്പം ഡേ 1 തൊട്ടിട്ട് നിമ്മിയുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്ത എല്ലാ പ്രൊജക്റ്റും എനിക്ക് തോന്നുന്നു ഈവൻ ലാസ്റ്റ് നെക്സ്റ്റ് പ്രോഡക്റ്റ് അടക്കം ഒരു ഇറ്റ് ഡിഡ്ന്റ് ഈവൻ ടേക്ക് 6 months ടു അത് കംപ്ലീറ്റ്ലി ഓൾമോസ്റ്റ് ഒരു 90% മേലെ സോൾഡ് ഔട്ട് ആണ്. 74 അപ്പാർട്ട്മെന്റ് നമ്മൾ എല്ലാ പ്രോജക്ട്സിലും നമുക്ക് ക്ലയന്റ് ഉണ്ട്. അതെ എല്ലാ പ്രോജക്റ്റിലും. പിന്നെ അഗൈൻ നിമ്മി എനിക്കൊന്ന് കൊച്ചിയിൽ ആകെ നിമ്മി എടുത്ത ഒരു അപ്പാർട്ട്മെന്റ് നമ്മുടെ വളരെ അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് കസാഡലിൽ മാത്രമാണ്. അതെ. അപ്പം അതുകൊണ്ട് അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള ഇനി വരാൻ പോകുന്ന എല്ലാ ഹെൽപ്പിനും, കാരണം എന്താ പറയുക, നിമ്മി ഒരു പുറത്തുനിന്ന് ഒരാളായിട്ട് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യാറില്ല. നിമ്മി കസാഡൽ ഫാമിലിന്റെ ഒരു പാർട്ട് തന്നെയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനിയും ഒരുപാട് ഇരിക്കട്ടെ. അടുത്ത വില്ല പ്രോജക്റ്റുകളും അപ്പാർട്ട്മെന്റ് പ്രോജക്റ്റുകളൊക്കെ ഒരുപാട് പ്രോജക്ട്സ് ലോഞ്ച് ചെയ്യട്ടെ. നമുക്ക് ഇനിയും ഇതുപോലത്തെ പുതിയ കോൺസെപ്റ്റ്സും പുതിയ പ്രോജക്ട്സും ആയിട്ട് ഒത്തിരി വ്ളോഗുമായിട്ട് ഇരിക്കാൻ പറ്റട്ടെ. അപ്പോൾ സാറിനും ഫാമിലിക്കും അതുപോലെ കസാഡലിനും നല്ലൊരു ഓണം ആശംസിക്കുന്നു. താങ്ക് യു നിമ്മി. ഇത്രയും നേരം നമ്മൾ പുതിയ പ്രോജക്റ്റിനെ പറ്റിയിട്ട് ഒത്തിരി സംസാരിച്ചു. ഇതുപോലെ നിമ്മി പറഞ്ഞ പോലെ ഇനി ഒത്തിരി പ്രൊജക്റ്റുകൾ വരാനുണ്ട്. അടുത്ത് തന്നെ നമ്മുടെ വില്ല അപ്പാർട്ട്മെന്റ് പ്രൊജക്റ്റുകളായിട്ട് വീണ്ടും ഇരിക്കാം. അപ്പോൾ അതുവരെ നിമ്മിക്കും ഫാമിലിക്കും നിമ്മിയുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ലോകത്തിലെ എല്ലാ മലയാളികൾക്കും ഹാപ്പി ഓണം. ഹൃദയത്തിൽ നിന്നും ഓണാശംസകൾ.